സ്റ്റാൻലിയെ കാണാൻ പോയ മൂവരും തിരിച്ചു വന്നത് മാമച്ചായൻ്റെ വീട്ടിലേക്ക് എറണാകുളത്തേക്ക് തന്നെയാണ് കേട്ടോ. എറണാകുളത്തെത്തി അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ അവർക്കുള്ള കോഫിയുമായി വന്ന അലീന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മൂന്നാൾ ഇത് എങ്ങോട്ടാണ് പോയത്? എനിക്കെന്തോ സർപ്രൈസ് ഉണ്ടെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. എന്തായാലും ഇനിയെങ്കിലും എന്നോടൊന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളോടെല്ലാം പറയാം, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മക്ക് അറിയാലോ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, മോളെ അത് അവർ പോയത് നിൻ്റെ അച്ഛന് എവിടെയാണ് ഉള്ളതെന്ന് അവർ കണ്ടെത്തിയിരുന്നു, അവിടേക്കാണ് അവർ പോയിരുന്നതെന്ന് പറയുമ്പോൾ അലീനയ്ക്ക് പെട്ടെന്ന് ഷോക്കാവാണ്. അപ്പോൾ അലീന മനു കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ കാര്യം ഓർക്കുകയാണ് കേട്ടോ. അച്ഛൻ എന്താണോ പറയുന്നത് അതിന് നീ അംഗീകരിക്കണം, സമ്മതിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അലീന മനുവിനെ നോക്കുന്നുണ്ട്. മനു പറയുന്നുണ്ട്, പേടിക്കണ്ട, എല്ലാം അദ്ദേഹം അംഗീകരിച്ചിട്ട് തന്നെയാണ് നിന്നെ കൊണ്ടുപോകാൻ വരുന്നത്. പക്ഷേ അദ്ദേഹം കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പറയാനായിട്ടൊക്കെ ഉള്ള. അതുവരെ നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ആൻറ്റിക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട, ആൻറ്റി പുതിയ പ്ലാനിങ്ങും വിചാരിച്ച് വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്, അല്ലാതെ നിന്നെ ആരും കൈയൊഴിയുന്നതാണെന്നൊന്നും നീ വിചാരിക്കരുത് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അലീനയ്ക്ക് അവർ പറയുന്നതൊന്നും മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ അവിടെ നിന്നും എഴുന്നേറ്റ് അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, മോളെ നിൻ്റെ കാര്യത്തിൽ ഇനിയും റിസ്ക് എടുക്കാൻ ഈ അച്ഛന് വയ്യ. നിനക്കിനി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ നിൽക്കുന്നവരിൽ എല്ലാവരും എൻ്റെ നേർക്കായിരിക്കും വിരൽ ചൂണ്ടാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും പലവട്ടം എന്നോട് പറഞ്ഞു കഴിഞ്ഞു, നിന്നെ ആ വീട്ടിൽ നിന്നൊന്ന് മാറ്റി താമസിപ്പിക്കണം, നിനക്ക് അവിടെ ശരിയാവില്ലെന്ന്. എന്നിട്ടും എൻ്റെ ഒരു പിടിവാശിക്ക് വേണ്ടിയിട്ടാണ് നിന്നെ അവിടെ നിർത്തുന്നത്. ഇപ്പോൾ ദൈവമായിട്ടാണ് പാതി വഴിയിൽ നിന്ന് നിന്നെ തിരിച്ച് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഇനിയും റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറയുമ്പോൾ അലീന അച്ഛനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അച്ഛാ, നിങ്ങളെല്ലാവരെയും വിട്ടിട്ട് എനിക്ക് ഇനിയൊരു ലോകമൊന്നും വേണ്ട, എനിക്കിതൊക്കെ തന്നെ മതി, ഞാനിവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ നിന്നോളാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി, മനുവേട്ടൻ എന്നോട് മുമ്പ് പറഞ്ഞിരുന്നു എനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തോളാം. ഇനി മറ്റൊരു വീട്ടിൽ പോയിട്ട് എൻ്റെ പേരിൽ അവിടെയും കൂടിയും തകർന്നിട്ട് ആ ശാപവും കൂടി എൻ്റെ തലയിൽ ഏൽക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അവൾ അച്ഛനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അലീനയുടെ കരച്ചിൽ കണ്ടിട്ട് രേവതിക്കുട്ടിക്കും വല്ലാത്ത വിഷമാവാണ്. അപ്പോൾ രേവതിക്കുട്ടി വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ആർക്ക് ശാപമാവുന്നതാണ് ചേച്ചി പറയുന്നത്? ചേച്ചി അങ്ങനെയൊന്നുമില്ല, ചേച്ചിനോടല്ലേ എല്ലാവരും ദ്രോഹം ചെയ്തിട്ടുള്ളൂ, അവരുടെ തലയിലല്ലേ ചേച്ചിയുടെ ശാപമൊക്കെ ഇരിക്കുന്നത്. ഇതിപ്പോൾ ചേച്ചി ചെല്ലുന്നതോടുകൂടി അതെല്ലാം മാറിക്കിട്ടുമെന്ന് മാത്രം ചേച്ചി വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും ഒക്കെ സമാധാനിപ്പിക്കുകയാണ്. മാമച്ചായൻ അപ്പോൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താണാവോലെ സ്റ്റാൻലി തീരുമാനമെടുത്ത് നമ്മളെ വിളിക്കാൻ പോകുന്നത്, സ്റ്റാൻലിയുടെ വീട്ടിൽ കൂടി സംസാരിക്കേണ്ടതാണല്ലോ. ഈ സമയത്ത് അലീനയ്ക്ക് രോഹിത്തിൻ്റെ കോള് വരുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചിയുടെ ഫോണിലേക്ക് രോഹിത്ത് വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അലീന ആ കോൾ എടുക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അലീന പോകുന്ന സമയത്ത് മാമച്ചായനോട് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അലീന നിന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പോയ വിവരങ്ങളൊന്നും ചോദിക്കാതിരുന്നത്, എന്തായി പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി തന്നെ നടന്നോ? മനു പറയുന്നുണ്ട്, ആൻറ്റി പോയ കാര്യങ്ങൾ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ നടത്തി പോരാൻ പറ്റുന്നൊരു കാര്യത്തിനല്ലല്ലോ നമ്മൾ പോയത്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടുത്തെ അങ്കിളിനോട് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിനും ഒരു കുടുംബമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അലീനയുടെ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ കുറച്ച് സമയം വേണമല്ലോ. പെട്ടെന്നൊരു പെൺകുട്ടിയെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ ആൻറ്റി എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായിരുന്നു അവിടുത്തെ റെസ്പോൺസ് എന്ന് ഗ്രേസമ്മ വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മയുടെ ചോദ്യം കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ചെന്നിരിക്കുന്നത് ഭർത്താവായതുകൊണ്ട് തന്നെ തിരിച്ച് ഏത് രീതിയിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് ആൾക്ക് തന്നെ ഒരു സംശയം തോന്നിക്കാണും.
ഇല്ല ബാലചന്ദ്ര, അങ്ങനത്തെ ഒരു ചിന്താഗതിയൊന്നും താൻ മനസ്സിൽ വെക്കണ്ട. ആൾക്ക് നമ്മൾ ചെന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കാര്യം അതേ ബോധത്തോടു കൂടി ആൾ അംഗീകരിച്ചല്ലോ. അദ്ദേഹം കുറച്ച് സമയം മാത്രമല്ലേ ചോദിച്ചുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം അദ്ദേഹം ആദ്യമായിട്ടാണ് കേൾക്കുന്നതും. കാരണം അദ്ദേഹത്തിൻ്റെ അറിവിൽ അങ്ങനെ ഒരു കുഞ്ഞ് മരിച്ചു പോയെന്നുള്ളതായിരുന്നു അറിവ്. അദ്ദേഹം തേടി വന്നപ്പോൾ അവരെല്ലാം പറഞ്ഞത് കുഞ്ഞ് മരിച്ചു പോയെന്നും വൈജയ്ക്ക് മറ്റൊരു വിവാഹം കഴിച്ചു കൊടുത്തെന്നുമായിരുന്നു അവർ പറഞ്ഞ് അദ്ദേഹത്തെ വിശ്വസിപ്പിച്ച് തിരിച്ചയച്ചത്. അപ്പോൾ പിന്നെ അദ്ദേഹം കൂടുതൽ പ്രതികരിച്ചൊന്നുമില്ല. എങ്കിലും വിശ്വസിക്കാൻ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാണിച്ചിരുന്നു. പിന്നെ ചെന്നത് ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡാണല്ലോ. ഒരു ഭാര്യയെക്കുറിച്ചിട്ട് എന്തായാലും ഒരു കാമുകനെ കണ്ട് ഇങ്ങനൊരു വിവരം ഒരു ഭർത്താവും പറയാൻ ആഗ്രഹിക്കുന്നതല്ലല്ലോ എന്ന് കരുതി കാണും. എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇനി വിളിക്കുന്നതാണ് നമ്മൾക്കറിയേണ്ടത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വിളിക്കുന്നതറിയാൻ പ്രത്യേകിച്ചൊന്നുമില്ല മാമച്ചായ. അഥവാ ഇനി സ്റ്റാൻലി വിളിച്ചില്ല, സ്റ്റാൻലി അവളെ കൊണ്ടുപോകാൻ തയ്യാറല്ല എന്നാണ് പറയുന്നതെങ്കിൽ ഞാനും അവളും എൻ്റെ കൃഷ്ണമോളും കൂടി ഞങ്ങൾ മൂന്നാളും മാറി താമസിക്കും. എന്നെയും എൻ്റെ മകളെയും നോക്കാൻ പ്രാപ്തിയുള്ളൊരു മൂത്ത മകളാണ് എൻ്റെ അലീന. പിന്നെ രോഹിത്തിനും ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായിട്ടുണ്ടല്ലോ. അല്ലാതെ നമ്മളിപ്പോൾ അവൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് മാത്രമേ പറയാത്തതുള്ളൂ. അവന് എങ്കിലും എന്നിലുണ്ടായ ഒരു മകളാണെന്നുള്ള വിശ്വാസം അവന് ഏകദേശം ഉണ്ട്. എന്നിട്ട് തന്നെയാണ് അവൻ മനസ്സുകൊണ്ട് അലീനയോടിപ്പോൾ അങ്ങനത്തെ ഒരു വെറുപ്പൊന്നും കാണിക്കാത്തത്. അപ്പോൾ പിന്നെ അത് മാറ്റി പറഞ്ഞാലും അവന് അത്ര വലിയ ഷോക്കൊന്നും ഇനി ആവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ രോഹിത്തിനോടും ഈ കാര്യം പറയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തേതായിട്ടുള്ള ആ ടെൻഷനൊക്കെ ഒന്ന് മാറി അവൻ തിരിച്ചു വരട്ടെ. ഈ സമയത്ത് മറ്റൊരു റൂമിൽ അലീനയും രോഹിത്തും ഫോണിൽ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത്ത് അലീനയോട് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ചേച്ചീനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. ചേച്ചി എല്ലാം സഹിക്കാനും പൊറുക്കാനും കഴിയുന്ന ഒരാളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അമ്മയോട് പൊറുക്കണമെന്നൊന്നും ഞാൻ പറയേണ്ടതില്ലെന്നും എനിക്കറിയാം. പിന്നെ എന്നാലും ചേച്ചി ഇനി പെട്ടെന്നൊന്നും അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. ബബിതയും കൂടി അമ്മയ്ക്ക് ഇങ്ങനെ കൂട്ട് നിൽക്കുകയാണല്ലോ എല്ലാത്തിനും. അപ്പം അമ്മയ്ക്ക് ഒരു സപ്പോർട്ടായിട്ട് അവളുള്ളത് കൊണ്ട് തന്നെ ഒരു പേടിയും ഇല്ലാതെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു നമുക്ക് പറയാൻ കഴിയില്ല. അച്ഛനാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി എന്തെങ്കിലും ചേച്ചിയുടെ നേരെ ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായാൽ ഇനി പോലീസ് സ്റ്റേഷനിൽ പോയി മാത്രമേ അമ്മയെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ഒരു ദാക്ഷിണ്യവും കൂടാതെ തന്നെ അമ്മയെ ഞാൻ പോലീസുകാർക്ക് കേസ് കൊടുത്ത് അമ്മയെ കൊടുക്കുക തന്നെ ചെയ്യുമെന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോനെ ഞാൻ എന്താ പറയണ്ടേ, എനിക്കറിയില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു അതിക്രമം. കാരണം അത്രയ്ക്കൊക്കെ ധൈര്യം അവർക്കുണ്ടോ, എന്നോട് അത്രമാത്രം വെറുപ്പുണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറയുകയാണ്. ചേച്ചി, അച്ഛൻ ഇനി എന്തായാലും ചേച്ചിയെ ഇനി അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. അച്ഛൻ എന്തോ തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്, എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടെന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും അച്ഛൻ പറയുന്ന തീരുമാനത്തിന് ചേച്ചി സമ്മതിക്കണം. തിരിച്ചൊന്നും പറയരുത് കേട്ടോ. വീട്ടിൽ നിന്ന് പോകാനോ അല്ലെങ്കിൽ ചേച്ചിയെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനോ ആണ് അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അച്ഛനെ ഓർത്തൊന്നും ചേച്ചി ടെൻഷൻ അടിക്കരുത്. കൃഷ്ണമോളുണ്ടല്ലോ, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അവൾ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവർ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോള് കട്ട് ചെയ്യാൻ നേരത്ത് രോഹിത്തിനോട് അലീന പറയുന്നുണ്ട്, ഞാനിവിടെ നിന്ന് പോകാൻ തന്നെയാണ് അച്ഛൻ്റെ തീരുമാനം. അതിന് എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അലീന കോൾ കട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് ബാലചന്ദ്രൻ അലീനയെ വിളിക്കുന്നുണ്ട്. അലീനയെ കൂടി വിളിച്ച് അവളോട് യാത്രയൊക്കെ പറയുന്നുണ്ട്. മോളൊന്നുകൊണ്ടും വിഷമിക്കരുത്, നിൻ്റെ കൂടെ ആരില്ലെങ്കിലും ഈ അച്ഛനുണ്ടാകും. നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്കൊരു ജീവിതം അച്ഛൻ തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ മനുവിനെ നോക്കുന്നുണ്ട്. അപ്പോൾ മനുവും ഒരു വിഷമത്തിൽ തന്നെയാണ്. അലീനയെ അവിടെ നിർത്തി പോകുന്നതിൽ ഒരു ചെറിയ വിഷമമുണ്ട്. അപ്പോൾ
ഗ്രേസമ്മ വന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അതേ ഇവളുടെ അനിയത്തിക്കുട്ടിയെ നോക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും ഒരു പൊടി മുകളിലായിട്ട് ഞങ്ങൾ ഇവളെ നോക്കിക്കോളാം. ഇവളെ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് കാണാനും എപ്പോൾ വേണമെങ്കിലും കൂട്ടിക്കൊണ്ട് പോകാനും നിങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വം തന്നെയുണ്ട്. എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? അവൾ അവളുടെ അനിയത്തിയുടെ കൂടെ തന്നെയല്ലേ ഈ കണ്ട കാലം കഴിഞ്ഞു പോയത്. അപ്പോൾ ഇപ്പോഴും അവൾ നിൽക്കട്ടെ, കുറച്ച് നാൾ അവരവരുടേതായ സന്തോഷത്തിൽ നിന്ന് വരുമ്പോൾ അവളുടെ ഈ വിഷമങ്ങളെല്ലാം മാറും എന്ന് പറഞ്ഞ് ഗ്രേസ് അമ്മ അവരെ സമാധാനിപ്പിക്കുകയാണ്. അവർ തിരിച്ച് പോകുകയാണ്. മനു എറണാകുളത്ത് ജോലി സ്ഥലത്തേക്കും ബാലചന്ദ്രൻ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്കുമാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ തിരിച്ചു ചെല്ലുന്നതും കാത്ത് കൃഷ്ണമോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ്റെ വണ്ടി വരുന്നത് കാണുമ്പോൾ തന്നെ കൃഷ്ണമോൾ ഓടിച്ചെന്ന് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ചേച്ചിക്ക് സുഖമല്ലേ? അച്ഛൻ പോയ കാര്യമൊക്കെ എന്തായി? അച്ഛൻ വന്നിട്ട് എന്നോട് പറയാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാം പറയാം, മോളകത്തേക്ക് വായോ എന്ന് പറഞ്ഞ് അവരകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് വൈജ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ വൈജ വളരെ എന്താ പറയുക, ഒരു ദുഷ്ട സ്വഭാവത്തോടു കൂടി തന്നെ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ എൻ്റെ അവസാന തടവിൽ നിങ്ങൾ തോറ്റു തന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാണ് നിൻ്റെ നാവ് അടക്കി വെച്ചോളാൻ, അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല സംഭവിക്കുന്നത്. നീ അത് ഓർത്ത് വെച്ചിട്ട് വേണം നീ മുന്നോട്ട് പോകാൻ. നിൻ്റെ മകനിപ്പോൾ സമാധാനത്തോടു കൂടി നല്ലൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഒരാൾ മാത്രം ഉണ്ടായതുകൊണ്ടാണ്. ആ ഒരു നന്ദിയെങ്കിലും അവളോട് കാണിക്കണം. നന്ദി കാണിക്കണമെന്ന് പറയുന്നില്ല, കാരണം അങ്ങനെ ഒരു സാധനം നിനക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അവളെ ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും നീ ശ്രമിക്കണം എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം അവിടെ കിടന്നുകൊണ്ട് അപ്പുറത്തെ റൂമിൽ അവിടുത്തെ മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശി അപ്പോൾ പുറത്തേക്ക് വരാനൊക്കെ മുത്തശ്ശിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇപ്പോൾ ആൾ ഓക്കെ ആയിട്ടുണ്ട്. എങ്കിലും അവിടെ കിടന്നുകൊണ്ട് കൃഷ്ണമോളെ വിളിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ ചെല്ലുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ അലീന എന്താ ഇങ്ങോട്ട് വരാത്തെ? അവൾക്ക് വയ്യാതെ ഹോസ്പിറ്റലായതല്ലേ, എന്താ ഡിസ്ചാർജ് ആയെന്നോ എന്തൊക്കെയോ ഇവിടെ പറയുന്നത് കേട്ടു. എന്നോട് ആരുമാണെങ്കിൽ ഒന്നും വ്യക്തമായി പറയുന്നതുമില്ല. അപ്പോൾ മോളെങ്കിലും ഒന്ന് പറ, എന്തായി? മുത്തശ്ശി, അത് പിന്നെ ചേച്ചിയെ ഇന്നലെ തന്നെ ഡിസ്ചാർജ് ചെയ്തു. ചേച്ചിയുടെ അനിയത്തിയില്ലേ രേവതിക്കുട്ടി, മുത്തശ്ശി ഫോണിലൊക്കെ വിളിക്കാറില്ലേ, ആ ചേച്ചി കൊണ്ടുപോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ തിരിച്ച് ചേച്ചി ഇവിടെ കൊണ്ടുവരുമോയെന്നൊന്നും എനിക്കറിയില്ല മുത്തശ്ശി. അച്ഛൻ എന്നോട് എന്തൊക്കെയോ വേറെ കാര്യങ്ങളുണ്ട്, ഇനി അതുപോലെ മുന്നോട്ട് പോകുള്ളൂ എന്നൊക്കെയാണ് അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതെന്താ മോളെ ഇനി വേറൊരു കാര്യം? അച്ഛൻ എന്താ വേറെ കാര്യം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ എനിക്കറിയില്ല മുത്തശ്ശി. അച്ഛൻ ചേച്ചിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് രാവിലെ ഇവിടെ നിന്ന് മനുവേട്ടൻ്റെ ഒപ്പമാണ് അച്ഛൻ പോയത്. എറണാകുളത്തേക്കാണ് പോയത്. പക്ഷേ എന്താണ് കാര്യം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് മുത്തശ്ശിയോട് കൂടി പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെന്താടി അത് അങ്ങനെ എന്നോട് കൂടി പറയാൻ പറ്റുന്നതാണെങ്കിലെന്ന്? അത് പിന്നെ മുത്തശ്ശി, അച്ഛൻ എന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ആരോടും പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ മുത്തശ്ശിയുടെ അടുത്തുനിന്ന് അച്ഛൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. കൃഷ്ണമോൾ ബാലചന്ദ്രനോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇനിയെങ്കിലും എന്നോടൊന്ന് പറയോ, അച്ഛൻ എവിടേക്കാണ് പോയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, മോളെ അത് ഞാൻ പോയത് നിൻ്റെ ചേച്ചിക്ക് ഞാനല്ലല്ലോ അച്ഛൻ, അവൾക്ക് അവളുടെ യഥാർത്ഥ ഒരു അച്ഛനുണ്ടല്ലോ, ആ അച്ഛൻ്റെ അടുത്തേക്കാണ് ഞാൻ പോയതെന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ വല്ലാതെ അതിശയത്തോടു കൂടി നോക്കുകയാണ്. അച്ഛൻ അങ്ങനെ ഒരാളെ അന്വേഷിച്ച് പോയല്ലോ എന്നൊരു അതിശയത്തോടു കൂടി കൃഷ്ണമോൾ ഇങ്ങനെ നോക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇങ്ങനെ നോക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അല്ല അങ്ങനെ ഒരാളുടെ അടുത്തേക്ക് എൻ്റെ അച്ഛൻ പോയോ? നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല മോളെ, കാരണം അലീന എൻ്റെ മനസ്സിലെ എൻ്റെ സ്വന്തം മോള് തന്നെയാണ്. അവൾക്കൊരു ബുദ്ധിമുട്ട് വരാതെ നോക്കേണ്ടത് ഞാനാണ്. എനിക്ക് അതിന് വേറെ വഴികൾ അറിയാഞ്ഞിട്ടല്ല. അവളെ പുറത്തെവിടെയെങ്കിലും വിട്ട് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മനുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനോ
എല്ലാം എന്നെക്കൊണ്ട് നടക്കും. പക്ഷെ അവൾ മനസ്സുകൊണ്ട് നമ്മളോട് ആരോടും പറയാതെ തന്നെ അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൾ ഈ വീട്ടിൽ വരുമ്പോൾ അവളെ അമ്മ ഒരു മകളെപ്പോലെ കാണണമെന്നോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ആ കുട്ടി ഇവിടെ വന്നത്. പക്ഷേ സംഭവിച്ചത് മുഴുവനും ഇങ്ങനെയൊക്കെ ആയില്ലേ. അവസാനം അവളുടെ അമ്മ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ വരെ എത്തിയില്ലേ എന്ന് ചോദിച്ച് ബാലചന്ദ്രൻ വല്ലാത്ത വിഷമത്തോടു കൂടി മൗനം പാലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, വേണ്ട, എൻ്റെ ചേച്ചിക്ക് ഇനി ഒരച്ഛനൊന്നും വേണ്ട. എൻ്റെയും ചേച്ചിയുടെ ഒക്കെ അച്ഛൻ ഈ ബാലച്ഛൻ മാത്രമായാൽ മതി. എനിക്കും ചേച്ചിക്കും ഒക്കെ അതാണ് സന്തോഷം. വേണ്ട അച്ഛാ, വേണ്ട എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ അവളോട് പറയുന്നുണ്ട്, മോളെ, എൻ്റെ മോള് തന്നെയാണ് അവൾ. എൻ്റെ മക്കൾ നിങ്ങൾ 3 ആളും പോലെ തന്നെയാണ് അവൾ എനിക്ക്. പക്ഷേ ദൈവവിധി മറ്റൊന്നായിരുന്നില്ലേ. ചതിക്കപ്പെട്ട ഒരച്ഛനായി മാറി ഞാൻ. അവൾ മറ്റൊരാളിൽ പിറന്നുപോയി. ഇനിയിപ്പോൾ നമുക്ക് ആർക്കും അതൊന്നും തിരുത്തി എഴുതാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ വഴിക്കൊക്കെ തന്നെ പോട്ടെ കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് കൃഷ്ണമോൾക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുകയാണ്, അപ്പോൾ ഇനി ഒരിക്കലും ചേച്ചിയെ എനിക്ക് കാണാൻ പറ്റില്ലേ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മോൾക്ക് കാണാൻ പറ്റും. അവളെ അവളുടെ അച്ഛൻ വന്ന് ഈ വീട്ടിൽ നിന്നായിരിക്കും കൂട്ടിക്കൊണ്ട് പോകുന്നത്. അന്ന് മോൾക്ക് കാണാം. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം അവൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമല്ലോ, അധികം വൈകാതെ തന്നെ. ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് കൃഷ്ണമോൾ വല്ലാത്ത അതിശയത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്, അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതേ മോളെ, അവളുടെ അച്ഛൻ അവളെ വന്ന് കൂട്ടിക്കൊണ്ടു പോയി. അധികം വൈകാതെ തന്നെ അലീന ഇവിടേക്ക് തിരിച്ചു വരും. അലീന ഇവിടെ തിരിച്ച് വന്ന് ആ സന്തോഷം അവൾക്കുണ്ടായതിന് ശേഷം മാത്രമേ അവളെ ഞാൻ അവളുടെ മനുവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയുള്ളൂ. അതാണ് എൻ്റെ തീരുമാനം എന്ന് കൃഷ്ണമോളോട് പറയുമ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അച്ഛൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ കൃഷ്ണയോട് അച്ഛൻ പറയാണ്, എൻ്റെ മോളിപ്പോൾ പോയിരുന്ന് പഠിച്ചോ, പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾ നേരിട്ട് കണ്ടാൽ മതി. അങ്ങനെ കൃഷ്ണ താഴോട്ട് തന്നെ പോവുകയാണ്. ഇതേ സമയം അലീന രേവതിക്കുട്ടിയോടും ഗ്രേസമ്മയോടും മാമച്ചയ്യനോടും സംസാരിക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഞാനിനി മറ്റൊരു വീട്ടിൽ പോയാൽ ഇതിലും മോശം അവസ്ഥയായിരിക്കില്ലേ അവിടെ ഉണ്ടാവുന്നത്? കാരണം എൻ്റെ അച്ഛനായ സ്റ്റാൻലി എന്ന് പറയുന്ന ആ മനുഷ്യന് ഒരു ഭാര്യയും മക്കളും ഉണ്ടായിരിക്കും. അവരൊക്കെ എന്നെ എങ്ങനെയായിരിക്കും സ്വീകരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഒരു വേലക്കാരിയായിട്ടായിരിക്കുമോ ഞാനിനി അങ്ങോട്ടും പോകേണ്ടത് എന്നൊക്കെ മാമച്ചായനോടും ചോദിക്കുകയാണ് അലീന. എന്തായിരുന്നു അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ? എന്നോടൊന്ന് പറയും മാമച്ചനങ്കിളെ എന്ന് പറയുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല അവിടുത്തെ അവസ്ഥ. നിന്നെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിൻ്റെ അമ്മയെ പോലെയല്ല ആള്. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പഴയകാല ജീവിതത്തെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനൊരു മകളുണ്ടെന്ന് അറിയാത്തത് കൊണ്ട് മാത്രം അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് അത് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എങ്ങനെ പറയണം? കാരണം 23 വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ച അധ്യായമാണല്ലോ വീണ്ടും തുടങ്ങുന്നത്. അപ്പം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. നമ്മളത് മനസ്സിലാക്കണം. അച്ഛൻ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛനോട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ വളരെ നല്ല മനുഷ്യനാണ്. ഒരു പക്ഷേ ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനൊരു മനുഷ്യനെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. ഭാര്യയുടെ സ്വകാര്യ ബന്ധത്തിലുണ്ടായ ഒരു മകളെ സ്വന്തം മകളേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ ഏത് മനുഷ്യനാണ് കഴിയുന്നത്? ഇതൊക്കെ കേട്ട് നിന്നിട്ട് ഗ്രേസമ്മ പറയുന്നുണ്ട് കേട്ടോ, ശരി തന്നെയാണ്, ബാലചന്ദ്രനെ സമ്മതിക്കണം. ഞാൻ അന്ന് ചെന്ന് ബാലചന്ദ്രനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് വളരെ ക്രൂരനായൊരു മനുഷ്യനാണെന്നാ. പക്ഷേ ഇത്രയ്ക്ക് പാവാണെന്ന് മനസ്സിലായില്ല കേട്ടോ.
പാവാണ് ആൻറ്റി, അല്ലെങ്കിൽ ഞാനിങ്ങനെ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് അലീന ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇതേ സമയം മറ്റൊരിടത്ത്, അതായത് സ്റ്റാൻലിയുടെ വീട്ടിൽ ആണ് ഏറ്റവും വലിയ അവസ്ഥ അല്ലേ. സ്റ്റാൻലി എങ്ങനെയായിരിക്കും ഭാര്യയോട് തൻ്റെ അന്നുണ്ടായിരുന്ന ആ സ്നേഹബന്ധത്തിൽ ഒരു മകളുണ്ടെന്നും ആ മകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, അവളിപ്പോൾ തന്നെ അന്വേഷിച്ച് നടക്കുകയാണ് എന്നൊക്കെ പറയേണ്ടത് എന്നറിയാതെ വല്ലാത്തൊരു വിഷമത്തിൽ തന്നെ ഇരിക്കുകയാണ്. സ്റ്റാൻലി ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് താൻ പറയേണ്ടതെന്ന്. ഒരുപാട് ആലോചനകൾക്കിടയിൽ അദ്ദേഹം ഭാര്യയോട് പറയാൻ തന്നെ തീരുമാനിച്ചു. മറ്റൊരു എപ്പിസോഡിലൂടെ ബാക്കി കഥയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.